ഹായ് ഹലോ, ഇന്നത് അജിയമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അതിന് വേണ്ടിയിട്ട് അജിയമ്മ അതായത് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, കൊച്ചുള്ളിയും ഒരു സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ പുരട്ടാ കേട്ടോ ഇന്ന് അജിയമ്മ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ട അജിയമ്മതേ മീൻ വേണ്ട എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ അമ്മ പുരട്ടിയത്? കുരുമുളക്, മഞ്ഞൾ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി. അപ്പോൾ ഇത്ര ഐറ്റം എല്ലാം പുരട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേണ്ട പാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണയാട്ടോ ഒഴിച്ചത്. എണ്ണ ഒഴിച്ച് ചൂടാക്കി മീനെടുത്ത് വറക്കാനായിട്ട് വെക്കുക കേട്ടോ. മീൻ പുരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തോ അപ്പോൾ ഗൈസ് നമ്മുടെ ആമിക്കുഞ്ഞിടയ്ക്കൊന്ന് വന്നു കേട്ടോ. ആള് ആൾക്ക് ഏതാണ്ടൊന്ന് ചെയ്ത്, ഏതാണ്ടൊന്നല്ല, നമ്മുടെ പനങ്കൽക്കണ്ട ആൾ ചൂണ്ടിക്കാണിച്ച് വഴക്കിട്ടതാണ്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി അവളെ അതെല്ലാം കൊടുത്തിട്ട് ആൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മീൻ വേണ്ട ഇതിനെ നല്ല രീതിയിലൊന്ന് നമ്മുടെ സാധാരണ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാവേ. അപ്പോൾ ഇതെൻ്റെ ഒരു സൈഡെല്ലാം നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ടേ. അമ്മ അതെല്ലാം തിരിച്ചിട്ട് കേട്ടോ. ഇനി മറ്റേ സൈഡും കൂടെ ഇതുപോലെ മൂത്ത് സെറ്റായി കൊണ്ടുവരാവേ. അത് കഴിഞ്ഞിട്ട് കാണാൻ കഴിയും. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് രണ്ട് സൈഡും നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതെന്തോ മീനെന്തോ അമ്മേ? മീനിൻ്റെ പേര് അറിയത്തില്ല ഗൈസ്. നെമ്മീൻ്റെ കുഞ്ഞോ? അതുപോലൊക്കെ ഇരിക്കുന്നു കേട്ടോ. തൊലിയൊക്കെ പൊളിച്ചെടുക്കുന്ന മീനായിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ. അതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണേ. അതേണ്ടേ ഒരു സെറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട് ഒരു 3-4 കൂടെ. അതിനും കൂടെ അമ്മ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയല്ല കേട്ടോ ഇപ്രാവശ്യം, മറ്റേ ഓയിലാ സൺഡ്രോപ്പ്. സൺഡ്രോപ്പ്, സൺഫ്ലവറിൻ്റെ വേറൊരു സംഭവം. ഇതിന് പരിഞ്ഞിട്ടുണ്ടോ അമ്മേ? തൊലിയോടെ ഇരുന്നപ്പോൾ ചൂരയുടെ കുഞ്ഞു പോലൊക്കെ ഇരുന്ന് കഴിയും. പക്ഷേ അതല്ല സംഭവം. ഒരു പരിചയോ. അപ്പം ഇനി ഇതെല്ലാം സെറ്റായി കാണാൻ കഴിയും. അങ്ങനെ അതും എല്ലാം വറുത്തെല്ലാം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേണ്ടേ ചട്ടിയല്ലല്ലോ, ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ അതിലോട്ട് ഓയിൽ ഒഴിച്ച് ഇനി അതും ചൂടാവണേ. എണ്ണ ഓക്കെ, വെളിച്ചെണ്ണ. ഇപ്പോൾ വെളിച്ചെണ്ണയാണോ ഒഴിച്ചത്? വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കാൻ ഓയിൽ. ഇപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച്. വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അത് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വേണ്ടേ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ പൊട്ടാൻ പോകുന്നുണ്ടേ. കടുകെല്ലാം പൊട്ടിക്കൊണ്ടിരുന്ന് എല്ലാം കഴിഞ്ഞു കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കേട്ടോ. പേസ്റ്റ് അല്ല, ചതച്ചത്. അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ വേണ്ടേ അതെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ. നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയില്ലേ ഗൈസ്, അതൊന്ന് ക്രഷ് ചെയ്തതാണേ. അപ്പോൾ നല്ല ആ ക്രഷ് ചെയ്ത ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ടേ. നമ്മൾ പെട്ടെന്ന് മൂക്കും കേട്ടോ. ഇതിനിങ്ങനെ ആയിരിക്കും വേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വേണ്ട നമ്മുടെ തക്കാളിയും വേണ്ട പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കണം കേട്ടോ.
അതെല്ലാം ഇനി അതെല്ലാം ഒന്ന് മൂത്ത് ഒന്ന് സെറ്റായി വരട്ടെ ഗൈസ്. എന്തിടണം? ഉപ്പും ഇടാൻ പോവാട്ടോ. ഇടാം ഗൈസ്. സ്പൂൺ എടുക്കണം. മീൻ നമ്മൾ ഉപ്പിട്ടതാണ്. മതിയോ? മീൻ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് ഉപ്പിടണം കേട്ടോ. നമ്മുടെ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടാനുള്ളേ. അപ്പോൾ ഗൈസ് വേണ്ട അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് നടുക്കോട്ട് നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി ഇടുവാണേ. എത്ര സ്പൂണാമേ? 1.25 സ്പൂൺ മുളക് പൊടി ഇട്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുരുമുളക് പൊടി ഇടുവാണേ. അതും കുറച്ചിട്ടാൽ മതി, കാരണം നമ്മുടെ മീൻ ആവശ്യം പോലെ ഇട്ടിട്ടുണ്ടേ. അത് പുരട്ടി വെച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഞാൻ കരുതി മീൻ വറുക്കാനായിരിക്കും, അതാ പിന്നെ എടുക്കാൻ ഞാൻ. വേസ്റ്റാണ്ട് ഇത് കണ്ടോ, ഈ ഒരു നെല്ലിക്ക വലിപ്പത്തിലെ പിഴുപുളിയില്ലേ, അത് നമുക്ക് ഒരു ശകലം വെള്ളത്തിലൊഴിച്ച് അതും കൂടെ ഒഴിക്കണം കേട്ടോ. ആ പിഴുപുളി വെള്ളമാണ് ഒഴിക്കുന്നത്. അങ്ങനെ ആ പിഴുപുളി വെള്ളവും കൂടെ കിടന്ന് നമ്മുടെ ആ ഗ്രേവിക്കകത്ത് ഇങ്ങനെ കിടന്നൊന്ന് ഉരുളട്ടെ. നല്ലൊരു മണമുണ്ടല്ലേ അമ്മേ? ഇവിടെ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ മസാലയെല്ലാം ഏകദേശം സെറ്റായേ. സെറ്റായി ഗൈസ്. അമ്മയുടെ തട്ടിപ്പൊത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സെറ്റായെന്ന്. ഇച്ചിരി കൂടെ ശകലം കൂടെ ഉപ്പിൻ്റെ ഓർമ്മ കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ മീനെ പെറുക്കി ഇങ്ങനെ നിരത്തി വെക്കണേ. മൊത്തം മീനും കൂടെ പെറുക്കി വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓ, ഇങ്ങനെ ആക്കണോ? അന്നേരം കുറച്ചും കൂടെ ഇങ്ങോട്ട്. ആദ്യമായിട്ടുണ്ടാക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഗൈസ്. തീ കുറച്ച് വെക്ക്. ഇത് നമ്മുടെ മപ്പാസിൻ്റെ വേറൊരു വേർഷൻ അല്ലേ? അപ്പം അജിയമ്മ ഇവിടെ പതുക്കെ ഇരുന്ന് അതെല്ലാം ഒന്ന് സെറ്റാക്കി കൊണ്ടുവരട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് തേണ്ടേ ആ മസാലയ്ക്ക് നമ്മുടെ 5 അല്ല 6 എണ്ണം ഉണ്ട് തോന്നുന്നു. 1 2 3 4 5 6 എണ്ണം ഉണ്ട് കേട്ടോ. 6 എണ്ണം എന്താ ഈ രീതിയിൽ മസാലയ്ക്കകത്ത് പൊതിഞ്ഞ് വെച്ച് ഇനി മൂടി വെക്കണം കേട്ടോ. എത്ര നേരം അമ്മേ? 5 മിനിറ്റ്. 5 മിനിറ്റ് ചെറുതീയിൽ ഇതിനെ ഒന്ന് മൂടി വെച്ച് സെറ്റാക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഗൈസ് 5 മിനിറ്റ് ആയിട്ടുണ്ടേ. തുറന്നോ അമ്മേ? അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്താ തിരിച്ചും വെക്കണോ? അപ്പോൾ ഗൈസ് വേണ്ടേ വീണ്ടും തിരിച്ചിട്ട് തത്തിപ്പൊത്തി വീണ്ടും നമ്മളൊരു 5 മിനിറ്റും കൂടെ ചെറുതീയിലിരുത്തണം കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റാവും കേട്ടോ. വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ കൂട്ടി നമുക്ക് ചോറുണ്ട്. ഓക്കെ ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് കാണാം ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ടേ. ഇനി ഉച്ചയ്ക്ക് ചോറിനാൻ നേരത്തെ കാണാം. അന്നേരം ഞാനിത് എങ്ങനെയുണ്ടെന്ന് പറയാവേ. അങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ചായി കേട്ടോ. ചോറും വാഴയ്ക്കായും ആ മീൻകറിയും കൂടാണ് എടുത്തത്. തലേ ദിവസത്തെ നമ്മുടെ ചൂരക്കറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് എടുത്തില്ലേ, കാരണം അതിൻ്റെ ചാറും ഇതിൻ്റെ ഗ്രേവിയും കൂടെ ആകുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നിങ്ങളോട് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. തൈരും എടുത്തില്ല, അച്ചാറും എടുത്തില്ല. ഇത് രണ്ടും മാത്രമേ എടുത്തിട്ടുള്ളേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ബൈറ്റ് വെച്ചപ്പോഴത്തേക്കിന് നമുക്ക് ആദ്യം പെട്ടെന്ന് അറിയത്തില്ല കേട്ടോ, കാരണം അങ്ങനത്തെ ഒരു മീനാണ്. പെട്ടെന്ന് ടേസ്റ്റ് അങ്ങോട്ട് വലിഞ്ഞില്ല ഉള്ളിലോട്ട്. ചവച്ച് 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 വന്നപ്പോഴത്തേക്കിന് നല്ല 2 ഗ്രേവിയും ആ ചോറും കൂടെ ആയപ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലതാണ്. ഏത് മീൻ വേണമെങ്കിലും പരീക്ഷിക്കാം കേട്ടോ. അയിലയാണെങ്കിലോ അല്ലെങ്കിൽ കരിമീൻ, അങ്ങനെ ഏത് മീനെ വേണമെങ്കിലും നമുക്ക് പരീക്ഷിക്കാവേ. അങ്ങനെ നമ്മുടെ ആമിക്കുഞ്ഞിന് മാത്രം കൊടുത്തില്ല കേട്ടോ. ശകലം എരിവുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ കുരുമുളകും ഒക്കെ കറിയിലും ഇട്ട് ആ ഗ്രേവിയിലും ഇട്ട് നമ്മുടെ ആ മീനും എല്ലാം പുരട്ടിയതല്ലേ, അതുകൊണ്ട് ആമിക്കുഞ്ഞിന് മാത്രം കൊടുത്തില്ല. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നാളെ കാണാവേ. ടാറ്റാ.